നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? അത് PR ഏജൻസിക്ക് പറ്റിയ പിഴവാണ് എന്നുള്ളത്. PR ഏജൻസിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കാതെ അത്തരമൊരു വാർത്ത പുറത്തു വരും. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ, സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ. പിന്നെ അതുമാത്രമല്ല, ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് രാവിലെയാണല്ലോ. ആ രാവിലെ അച്ചടിച്ചു വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ, അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിഷേധിക്കണ്ടേ? അപ്പം തിരുത്തണ്ടേ? മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരില്ലേ? ജനങ്ങളുടെ നികുതി പണത്തിന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട്, എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല, ഒരു മലയാളം മീഡിയയിലും അല്ല ആ വാർത്ത വരണമെന്ന് അവർ ആഗ്രഹിച്ചത്. ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന BJP നേതൃത്വത്തെയും RS നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ. അവിടെ അച്ചടിച്ചു വന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. അതിനുവേണ്ടി അച്ചടിച്ചത് അവരൊക്കെ അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ഇവിടെ വിവാദമായപ്പോൾ പിറ്റേ ദിവസം തിരുത്തും കൊണ്ട് വന്നിരിക്കുക. PR ഏജൻസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും അറിവും അനുമതിയും നിർദ്ദേശവും പ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അതല്ലെങ്കിൽ ആ വാർത്ത പ്രിന്റ് ചെയ്ത് വന്ന ആദ്യത്തെ സെക്കൻഡിൽ അതിന്റെ നിഷേധക്കുറിപ്പ് പോണ്ടേ? അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ അല്ലെങ്കിൽ ഇത് വിവാദമാവുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്താ നിഷേധിക്കാതിരുന്നത്? പത്രം അച്ചടിച്ചു വരുന്നത് രാവിലെ അച്ചടിച്ചു വന്നാണല്ലോ. അന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചകളിൽ പോലും, രാത്രി നടക്കുന്ന ചർച്ചകളിൽ പോലും CPM-ന്റെ ആളുകൾ അതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവരും ഇതുപോലെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 4 വോട്ട് കിട്ടാനും ഒരു സീറ്റ് ജയിക്കാനും വേണ്ടി ഏത് പൂരവും കലക്കാൻ, വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്താണെങ്കിലും അതും കലക്കാൻ CPM-ന് കൂട്ടുനിൽക്കുന്നവരാണ് ഈ പറയുന്ന BJP-ക്കാരും എന്നുള്ളത് BJP-യും ചോദ്യം ചെയ്യേണ്ട സമയം തന്നെയാണത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ട സമയമാണ്. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ടുനിൽക്കുകയാണല്ലോ. CPM മാത്രമല്ലല്ലോ, അതിൽ BJP ഉണ്ടല്ലോ. അതിന് കൂട്ടുനിൽക്കുകയാണ് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി. അവരും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇവരിപ്പോൾ തൃശ്ശൂർ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും കേരളത്തിൽ വ്യാപകമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകെട്ടിനും ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മുഴുവൻ നെക്സസിനും എതിരായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകും. പാലക്കാട്ടെ സാധാരണ CPM പ്രവർത്തകർ പോലും ഈ കൂട്ടുകെട്ടിനൊപ്പം നിൽക്കില്ല. ഈ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ അവർ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും.